ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കുഞ്ഞുങ്ങളുടെ മാമോദീസ വേളയിൽ കുഞ്ഞുങ്ങളെ വെള്ളവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കാർമികൻ ചൊല്ലുന്ന മനോഹരമായ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു കുഞ്ഞ് എപ്രകാരമാണ് തൻ്റെ ജീവിതം പൂർത്തിയാക്കേണ്ടത്, അതിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നുണ്ട്. ദൈവം ആ കുഞ്ഞിന് നൽകുന്ന കൃപാവരങ്ങളുടെ സമൃദ്ധിയെ സൂചിപ്പിക്കാനാണ് വെള്ളവസ്ത്രം നൽകുന്നത്. അത് നൽകുന്നത് ഈശോ മിശിഹായാണ്. വിശുദ്ധിയെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് ഒരു വെള്ളവസ്ത്രം ആ കുഞ്ഞിനെ ധരിപ്പിക്കുന്നു. വിശുദ്ധിയെ സ്വീകരിക്കുന്ന കുഞ്ഞ് നിഷ്കളങ്കമായി ഈ ഭൂമിയിലൂടെ കടന്നു പോകണം. ആ ജീവിതയാത്ര പൂർത്തിയാകുമ്പോൾ, ഒരാൾ ദൈവസന്നിധിയിലേക്ക് മരണത്തിലൂടെ യാത്രയാകുമ്പോൾ, നമ്മൾ അവസാനം ചെയ്യുന്നത് പരേതൻ്റെ അല്ലെങ്കിൽ പരേതയുടെ മുഖത്ത് വെള്ള തൂവാല വിരിച്ചുകൊണ്ടാണ്. മാമോദീസയിൽ കിട്ടിയ വെള്ളവസ്ത്രത്തെ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ തൻ്റെ മുഖത്തിന് പകരം പ്രതിഷ്ഠിക്കുന്ന ആ തിരുക്കർമ്മം എത്രയോ അർത്ഥവത്താണ്. വിശുദ്ധിയും നിഷ്കളങ്കതയും താൻ അവസാന ശ്വാസം വരെ നിലനിർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, ദൈവത്തെ നേരിട്ട് കാണുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുന്നത് തൻ്റെ നിഷ്കളങ്കതയും വിശുദ്ധിയുമാണ് എന്നുള്ള അർത്ഥമാണ് ഈ തൂവാല ധരിപ്പിക്കുന്നതിൻ്റെ, മുഖം ആവരണം ചെയ്യുന്നതിൻ്റെ, വെള്ളവസ്ത്രം നൽകുന്നതിൻ്റെ ഒക്കെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് നാം എല്ലാവരും സ്വീകരിച്ച ഈ വെള്ള വസ്ത്രത്തെക്കുറിച്ചാണ്. നമ്മൾ വെളുപ്പിക്കേണ്ട നമ്മുടെ വെള്ള വസ്ത്രങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ വായനയിൽ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അത് സാർദീസിലെ സഭയ്ക്ക് എഴുതുന്ന കത്താണ്. അതിൽ പറയുകയാണ്: നീ വെള്ളവസ്ത്രത്തെ മലിനമാക്കിയിട്ടില്ല. സഹനങ്ങളിലും പീഡകളിലും വിജയം വരിക്കുന്നവർക്ക് ഞാൻ വെള്ളവസ്ത്രം നൽകും. വിശുദ്ധിയുടെ ഒരു മഹാപ്രതീകമായ വെള്ളവസ്ത്രം ദൈവത്തോട് ചേർന്ന് സഹനങ്ങളിലൂടെ കടന്നുപോയവർക്ക്, സഹനങ്ങളിലും പരീക്ഷകളിലും വിജയം വരിച്ചവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണെന്ന് വെളിപാട് പുസ്തകം ഒത്തിരിയേറെ ഇടങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നാം ഒരു സമൂഹത്തെ കണ്ടുമുട്ടുന്നുണ്ട്. കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വെള്ളവസ്ത്രധാരികളായ ഒരു കൂട്ടം മനുഷ്യർ. അവരെക്കുറിച്ച് കൗതുകം പൂണ്ട യോഹന്നാനോട് ദൂതൻ ചോദിക്കുന്നുണ്ട്, ഇവരാരാണ്? യോഹന്നാൻ നിഷ്കളങ്കമായിട്ട് മറുപടി പറയുകയാണ്, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ദൂതൻ ഉത്തരമായിട്ട് പറയുകയാണ്, ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ കഴുകി വെളുപ്പാക്കിയവരാണ്. കുഞ്ഞാടിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയവരാണ്. മിശിഹായുടെ കുരിശുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ബർത്തിമേയുസിന് കാഴ്ച തിരിച്ചു കിട്ടുന്ന രംഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ അന്ധനായ ബർത്തിമേയുസ് ഈശോ വരുന്നുണ്ടെന്ന് കേട്ട് ഉറക്കെ നിലവിളിക്കുന്നു. അവനെ പലരും തടയുന്നു. ഒടുവിൽ ഈശോ തന്നെ വിളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ മേലങ്കി പുറംകുപ്പായം ഊരിയെറിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് കുതിച്ചു ചെല്ലുകയാണ്. അവൻ ഉപേക്ഷിച്ച മേലങ്കി പാപപങ്കിലമായ അവൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. ഈശോയെ സ്വന്തമാക്കണമെങ്കിൽ, ഈശോയുടെ സ്വന്തമായി നാം മാറണമെങ്കിൽ പാപപങ്കിലമായ പഴയ ജീവിതത്തെ ഉരിഞ്ഞു കളയണമെന്ന് പൗലോസ്ലീഹായും ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ആസക്തികളാൽ കലുഷിതമായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുമ്പോഴും അർത്ഥം ഇതുതന്നെയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം. എനിക്ക് നൽകപ്പെട്ട വെള്ളവസ്ത്രം, മാമോദീസയിലൂടെ ഞാൻ സ്വന്തമാക്കിയ വിശുദ്ധിയുടെ ആ വസ്ത്രം ഞാൻ ഇന്ന് എങ്ങനെയാണ് സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? വിശുദ്ധനായ ചാവർപിതാവ് പറഞ്ഞല്ലോ, മാമോദീസയിലൂടെ എനിക്ക് കിട്ടിയ കൃപാവരത്തിൽ ഞാൻ ഒട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന്. അത്രയ്ക്കൊന്നും പറയാനായില്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് മനസ്സോടെ ഞാൻ പാപങ്ങളിലേക്ക് പോകുന്നില്ല. ഈ വെള്ളവസ്ത്രത്തിൽ അഴുക്കുകൾ വീഴാൻ ഞാൻ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും കറയോ ചുളിവോ സംഭവിക്കുകയാണെങ്കിൽ കുമ്പസാരത്തിലൂടെ
വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ അതിനെ പരിഹരിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ദൈവത്തോട് ഉറപ്പിച്ചു പറയാം. പ്രിയമുള്ളവരെ, ദൈവം തന്ന വിശുദ്ധിയുടെ, നിഷ്കളങ്കതയുടെ ഈ വെള്ള വസ്ത്രത്തെ നമ്മുടെ ആത്മാവിനെ കളങ്കരഹിതമായി, നിർമ്മലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.